നമ്മുടെ വഴി സൈഡിൽ മാവൊക്കെ ഉണ്ടാവുമല്ലോ, ഇഷ്ടംപോലെ നല്ല തേൻ മാങ്ങ ഉണ്ടാവൂടാ. ഇവനോട് കൊതിക്ക് പറഞ്ഞാലും ഇവനൊക്കില്ല. ഞാൻ അവസാനം കേറി പറിച്ച് എല്ലാം ഇടും. ഒരു പ്രാവശ്യം ഇതുപോലെ മാങ്ങ പറിച്ച് ഇങ്ങനെ പറന്ന് പറിച്ചോണ്ടിരിക്കല്ലേ, ഞാൻ മാവിന്റെ ഒറ്റക്കൊമ്പയിലിരിക്കണേന്ന് ഓർക്കണം. ഒറ്റക്കൊമ്പയിൽ എത്തി പറിച്ചോണ്ടിരുന്നപ്പോഴല്ലോ മാങ്ങയുടെ ചോന കണ്ണിലോട്ടിരുന്നു. പക്ഷെ ഒരു കയ്യില് മാങ്ങ, ഒരു കയ്യില് ചോന. വിട്ടില്ല, മാങ്ങ വിട്ടില്ല ഞാൻ. അച്ഛൻ പേടിച്ചു പോയി. അച്ഛൻ പറഞ്ഞു, എന്റെ മക്കളെ അപകടം വരും എന്ന് പറഞ്ഞു. ഞാനിട്ട് കേറിപ്പോയപ്പോ അച്ഛൻ അമ്മേനോട് പറയാ കേട്ടോ, നമുക്ക് ഒരാണും ഒരു പെണ്ണുമല്ല, നമുക്ക് 2 ആമ്പിള്ളേരാണ്. പക്ഷെ ഇവളുണ്ടല്ലോ, ഇവളാണ് പുലിക്കുട്ടി. അവള് പഠിക്കുകയും ചെയ്യും, നല്ല ശരീരഘടനയും, നമ്മളുടെ ഭാവി ഒന്നും പേടിക്കണ്ടടി എന്ന് പറഞ്ഞിട്ട് അച്ഛനങ്ങ് അഭിമാനിനങ്ങ് ഒളിച്ചു നിന്ന് കേട്ടിട്ടുണ്ട്. ആ എന്നെയാണ് നീ പറഞ്ഞത് തെങ്ങേ കയറാൻ പറഞ്ഞ് കളിയാക്കിയത്. മനസ്സിലാക്കാൻ ഞാൻ പാടുവിട്ടു, ക്ഷമിക്കണം ദേവതേ. പറയട എന്താന്ന്? ഈ റൊണാൾഡോ എന്നെ മാവിൽ കേൾപ്പിച്ച് ഇറങ്ങാൻ പറ്റിയില്ലേ കുഞ്ഞിന്? ഇല്ല. എന്തിനാ കുഞ്ഞു റൊണാൾഡോ ചേച്ചൻ പറഞ്ഞപ്പോ കേറാൻ പോയത്? അത് വലിയവര് പറയുമ്പോ കേക്കണം, ഇല്ലെങ്കിലേ ഫ്രണ്ടിലൊക്കെ പല്ല് പോകുന്ന് പറഞ്ഞു. അയ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയവര് പറഞ്ഞാ കുഞ്ഞിനൊന്നും പറ്റൂല കേട്ടാ. അച്ചാച്ചൻ എന്തിന്റെ സൂക്കേടാണ്? പേടിച്ചു പോയി. ഞാൻ നോക്കുമ്പോ അതിന്റെ മണ്ടേ പോയിരിക്കുന്നു. ദൈവ ശിഷ്യക്ക് മുമ്പിലത്തെ പല്ല് പോകുന്നൊക്കെ പറഞ്ഞത്. വീണിരുന്നെങ്കിലോ? അതൊരു വർത്താനല്ലേ പെണ്ണ്, എന്റെ കുഞ്ഞിനെ കൂട്ടാനല്ലേ ഇവനും. അതോ ഒരു പക്ഷെ അവൻ സ്ലിപ്പ് വീണാലും ഡണ്ടപ്പോലുള്ള ഈ ബോഡിയിലല്ലേ വീഴുന്നത്. അവളുടെ കുറെ മുഷിഞ്ഞ തുണികളാണ് ഇതെല്ലാം. ഇന്ന് തന്നെ അലക്കി നാളെ പോകുമ്പോ കൊടുത്തു. കൊച്ചെവിടെ? കൊച്ചു വന്നിട്ടുണ്ട്, കൊച്ചു ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. അതിന് അവിടെ നിർത്തിയിട്ട് വന്നോ? അത് ചാടത്തുള്ളി അങ്ങോട്ട് പോയതിന് അവിടെ മാമനും മാമിയും അമ്മമ്മയും എല്ലാം അവിടെ കൊഞ്ചിച്ചോണ്ടിരിക്കും. പിന്നെ മാമനും പെറ്റുള്ള കാണണ്ടേ ആദ്യം? എവിടെ എന്റെ കൊച്ച് മുത്തേ? അവളെന്തേ? അവള് പിന്നെ നല്ലുന്റെ സൈഡിന്റെ കൂടെ അകത്ത്. ആണോ? ഇനി നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? അവള് വിളിക്കും പൊന്നാ വന്നേ, അമ്മ ഒന്ന് കാണട്ടെ. പാവം. നല്ലല്ലേ ചേച്ചി? ഇതാണ് നല്ലത്. അങ്ങേരുടെ ഭാര്യ വരുമ്പോ ഇവിടെ എവിടെയോ ഹിന്ദിയിൽ പ്രസംഗിക്കും. അത് തർജിമ ചെയ്ത് കൊടുക്കുന്നത് ആരാ? തങ്കം. സത്യം നല്ലതല്ലേ? അവക്ക് അങ്ങനെ ഒരു താല്പര്യം അവള് ചെയ്യട്ടടി. എന്താ കുഴപ്പം? എന്താണ് അവളെ കൊണ്ട് പറ്റുവെച്ചിട്ടല്ലേ അവൾ ഇറങ്ങിയിരിക്കുന്നത്? കനക, ഇവൾ ആദ്യം കേൾക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നു. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്. പിന്നെ ആ ഒരു കുഴപ്പം അവൻ കൊണ്ടുവന്ന ഒരു പരിപാടി ആയതുകൊണ്ട് മാത്രമേ എനിക്ക് ചെറിയ ടെൻഷൻ ഉള്ളൂ. എടാ പോടാ അവിടുന്ന്. ക്ലീറ്റ് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല, നല്ല പക്വതയും സ്നേഹവും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം മേടിച്ചു തരുമോ? പിന്നെ കറക്റ്റ്. എന്റെ പൊന്നടി, ആരും കൈയേക്കാൻ ഇല്ലാത്തോണ്ടാണ് അവൻ പിടിച്ചെടുത്ത് നിന്റെ തലയിലോട്ട് വെച്ച് വന്നത്. ചേട്ടാ, എടുത്ത് ചാടിയാൽ കഴുത്തൊഴിയും. ഞാൻ പറഞ്ഞേക്കാം, ഒരു വേഗത്തിൽ അങ്ങോട്ട് എഴുതിയാൽ 10 വേഗത്തിൽ തിരിച്ചു വരാൻ ഒക്കത്തില്ല. അവൻ ആ പാർട്ടി എന്ന് പറഞ്ഞ് ജീവിതം തൊലച്ച്. ഇനി നീയും കൂടെ തൊലക്കാൻ കയറിയില്ലേ? നെഗറ്റീവ് ആകല്ലേ.